ഇടഞ്ഞു നിൽക്കുന്ന ലത്തീൻ സഭയെ അനുനയിപ്പിക്കാൻ ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ വെള്ളയമ്പലത്തെ സഭാ ആസ്ഥാനത്ത് എത്തി. ഫിഷറീസ് വകുപ്പ് ഷിബു ബേബി ജോണിന് നൽകാത്തതിലാണ് സഭ ഇടഞ്ഞത്. അനുരു അശോകൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനുരു, ഈ ചർച്ച തുടങ്ങിയിട്ടുണ്ടോ? എന്തായാലും സഭയെ പൂർണ്ണമായും പിണക്കിക്കൊണ്ട് ഈ വകുപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് സർക്കാർ തിരിച്ചറിയുകയാണ്. നെറ്റോയും ബിഷപ്പ് ക്രിസ്തുദാസ് തിരുമേനിയുമായിട്ടുള്ള ചർച്ച ഇപ്പോൾ 10 മിനിറ്റോളം പിന്നിടുകയാണ്. എന്തായാലും ലത്തീൻ അതിരൂപത തങ്ങളുടെ അമർഷം കൃത്യമായി മന്ത്രിയെ അറിയിക്കുമെന്ന് തന്നെയാണ് വിവരം. കാരണം ലത്തീൻ സമുദായത്തിൻ്റെതായി 4 പേർ യു ഡി എഫിലേക്ക് വിജയിച്ച് കയറിയിട്ടും അവരിൽ ഒരാളെ പോലും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാത്തതിൽ സഭയ്ക്ക് കടുത്ത അമർഷമുണ്ട്. കോവളത്തെ MLA ആയ എം വിൻസെന്റിനെ മന്ത്രിസഭയിലേക്ക്, അതും ഫിഷറീസ് മന്ത്രിയായി പരിഗണിക്കണമെന്ന് സഭ ആവശ്യപ്പെട്ടിട്ടും UDF മുഖ്യമന്ത്രിയോ അതിൽ ചെവിക്കൊള്ളാത്തതിൽ കടുത്ത അമർഷത്തിലാണ് സഭ. കൂടാതെ ഈ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകുന്നതിന് പകരം ഒരുപക്ഷെ അത് RSPയുടെ നേതാവായ ഷിബു ബേബി ജോണിനോ അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് വിജയിച്ച CP ജോണിനോ അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണമെന്ന് സഭാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും അക്കാര്യത്തിലും തീരുമാനമുണ്ടായില്ല. കാരണം മുൻ സർക്കാരിൻ്റെ കാലത്ത് തങ്ങളെ അറിയുന്ന അല്ലെങ്കിൽ തീരത്തെ അറിയുന്ന മത്സ്യത്തൊഴിലാളികളെ അറിയുന്ന ഒരു മന്ത്രി ഉണ്ടാകാത്തത് ഈ ജനസമൂഹത്തിനിടയിൽ വലിയ പ്രശ്നങ്ങൾക്ക്, അവരുടെ ജീവനോപാധികൾക്ക് വലിയൊരു കോട്ടം വരുത്തിയതായിട്ട് സഭാ നേതൃത്വം പറയുന്നു. ആലപ്പുഴയിലടക്കം 66 മത്സ്യത്തൊഴിലാളികളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മത്സ്യബന്ധനത്തിനിടയിൽ മരണപ്പെട്ടത്. തിരുവനന്തപുരത്ത് പൊഴിയൂർ, മുതലപ്പൊഴിയിലടക്കം മത്സ്യത്തൊഴിലാളികൾ ഈ പറയുന്ന കടൽക്ഷോഭത്തിലും മത്സ്യബന്ധന യാനങ്ങൾ തകർന്നും മരണപ്പെടുന്നു. അതിന് പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഴിഞ്ഞം വികസനവുമായി ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ സഭാ നേതൃത്വത്തിന് ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നു. അപ്പോഴും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനമെടുത്തില്ല. UDFന്റെ കാലത്തെങ്കിലും അക്കാര്യത്തിൽ ഒരു തിരുത്തലുണ്ടാകണമെന്ന് സഭ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സഭാ നേതൃത്വം ലത്തീൻ സമുദായത്തിൽ നിന്ന് ഒരു മന്ത്രിയെ, തങ്ങളുടെ സമുദായത്തിൽ നിന്ന് തങ്ങളെ അറിയുന്ന ഒരു മന്ത്രിയെ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. മറ്റ് സമുദായങ്ങൾക്ക് അർഹിച്ച ഒരു പിന്തുണ കൊടുത്തിട്ടും സഭയ്ക്ക് അത്തരത്തിലൊരു പിന്തുണ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്തായാലും തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, എന്തായാലും അത്തരത്തിലുള്ള പരാതികൾ ലത്തീൻ സഭയ്ക്കുണ്ട്. എന്തായാലും മന്ത്രി നേരിട്ടെത്തി ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ആ ചർച്ച തുടങ്ങിയിട്ടുണ്ട്.